എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുടെ ഉന്നതതല യോഗത്തിന് പിന്നാലെ CMR എക്സാലോജിക് മാസപ്പടി കേസിൽ നടപടികൾ വേഗത്തിലാക്കാൻ ഇഡി. റെയ്ഡിൽ മരവിപ്പിച്ച സ്വത്തുക്കൾ ഉടൻ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് ഇഡി കടക്കും. അതിനിടെ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾ നൽകിയ മൊഴിയിലെ വിവരങ്ങൾ പുറത്തുവന്നു. ആക്രമണത്തിന് ആസൂത്രണം ഉണ്ടായിട്ടില്ല എന്നാണ് അവരുടെ മൊഴി. മാസപ്പടി കേസിൽ അനുബന്ധ തെളിവ് ശേഖരണത്തിലേക്ക് കടക്കാനാണ് ഇഡി നീക്കം. SFIO റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഇഴകീറി പരിശോധിക്കും. റെയ്ഡിന് പിന്നാലെ മരവിപ്പിച്ച അക്കൗണ്ടുകളിലെ 18 കോടിയോളം രൂപ കണ്ടുകെട്ടാനുള്ള നടപടിക്കായി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകും. പരമാവധി തെളിവുകൾ ലഭ്യമായ ശേഷം വീണ ടിക്കും CMRL ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് നൽകാനാണ് തീരുമാനം. CMRL സുപ്രീം കോടതിയിൽ പോയാലും അന്വേഷണത്തിന് പ്രതിസന്ധി ഉണ്ടാകില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് ഇഡി. അതേസമയം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങി ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾ നൽകിയ മൊഴിയിലെ വിവരങ്ങൾ പുറത്തുവന്നു. ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് സ്ഥലത്തെത്തിയതെന്നും ആക്രമണത്തിന് ആസൂത്രണം ഉണ്ടായിട്ടില്ലെന്നും മൊഴിയിൽ പറയുന്നു. കസ്റ്റഡിയിലുള്ള 5 പ്രതികളാണ് തെളിവെടുപ്പിനിടെ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയത്. പ്രതികളെ വീഡിയോ കോൺഫറൻസിലൂടെ ഇഡി ഉദ്യോഗസ്ഥരും തിരിച്ചറിഞ്ഞു. വൈകിട്ട് 4 മണിക്ക് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതോടെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. 24 കൊച്ചി, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.